കുമളി മൂന്നാർ സംസ്ഥാന പാതയിൽ നെടുങ്കണ്ടം ചെമ്പകക്കുഴിക്ക് സമീപം വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന കാർ 100 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ ഡൽഹി സ്വദേശികളായ ദമ്പതികൾക്കും ഡ്രൈവർക്കും പരിക്കേറ്റു. നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ക്രാഷ് ബാരിയർ തകർത്ത് കൊക്കയിലേക്ക് തലകീഴായി പതിക്കുകയായിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടിയാണ് നെടുങ്കണ്ടം ചെമ്പകക്കുഴിക്ക് സമീപം വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന കാർ കൊക്കയിലേക്ക് മറിഞ്ഞത്. അപകടത്തിൽ ഡൽഹി സ്വദേശികളായ അനൂജ്, ഭാര്യ സ്വീറ്റി, ഡ്രൈവർ സുശീലൻ എന്നിവർക്ക് പരിക്കേറ്റു. നെടുമ്പാശ്ശേരിയിൽ നിന്നും എത്തിയ ഇവർ മൂന്നാർ സന്ദർശിച്ച ശേഷം തേക്കടിയിലേക്ക് പോവുകയായിരുന്നു. കുമളി മൂന്നാർ സംസ്ഥാന പാതയിൽ ചെമ്പകക്കുഴിക്ക് സമീപത്തെ ഇറക്കവും വളവുമുള്ള ഭാഗത്താണ് അപകടമുണ്ടായത്. നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ക്രാഷ് ബാരിയർ തകർത്ത് 100 അടി താഴ്ചയിലേക്ക് തലകീഴായി മറിയുകയായിരുന്നു. ഏകദേശം ഒരു 11 മണിയോടുകൂടി മൂന്നാറ്റിൽ നിന്നും വന്ന ഒരു വണ്ടി നമ്മുടെ സന്തോഷ് തടത്തിൽ എന്ന് പറയുന്ന ആളിൻ്റെ പറമ്പിലേക്ക് ഒരു 100 അടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. യാത്രക്കാർ 2 പേരും ഡ്രൈവറും. എറണാകുളം ട്രാവൽ ഏജൻസിയുടെയാണ് വണ്ടി എന്നാണ് ഡ്രൈവർ നമ്മളോട് പറഞ്ഞത്. പണിക്കാരനും കൂടെ കൂടി ഇറങ്ങി ഓടി വന്ന് അവരെ രക്ഷപ്പെടുത്തി. അന്നേരത്തിന് ആൾക്കാരൊക്കെ കൂടി എല്ലാവരും കൂടി വന്ന് ഒരു ലേഡിയുണ്ട്, അവരുടെ ഭർത്താവുമുണ്ട്. ഡൽഹിയിൽ നിന്ന് വന്നതെന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. അപകടം നടന്നയുടനെ നാട്ടുകാർ എത്തി മൂവരെയും നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അനൂജിന് തലയ്ക്കും സ്വീറ്റിക്ക് കാലുകൾക്കും സുശീലിന് കൈക്കും സാരമായി പരിക്കേറ്റു. താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സകൾ നൽകിയ ശേഷം ഇവരെ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.